നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 55-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ജനുവരി മാസം 7-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന ദൈവജന പഠനത്തിലൂടെ നാം മനസ്സിലാക്കിയെടുത്തത് കുഞ്ഞാടാം ദൈവം 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചും 2-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടുള്ള ബന്ധത്തിൽ കള്ളപ്രവാചകൻ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. അതിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ നാം കള്ളപ്രവാചകനെ കുറിച്ചുള്ള പഠനത്തിലായിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു, 2-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി അത് എന്ത് സന്ദർഭമാണ് സമയത്ത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തതയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. അത് ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിലൊക്കെ നാം ചിന്തിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിലേക്കാണ് നാം ഇന്ന് രാത്രിയിൽ പ്രവേശിക്കുന്നത്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വകയാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായം കള്ളപ്രവാചനെക്കുറിച്ചും എതിർ ക്രിസ്തുവിനെക്കുറിച്ചും കള്ളപ്രവാചനെക്കുറിച്ചും പ്രതിമകളെക്കുറിച്ചും അതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ മൃഗമത്തിന് നമ്പറാകുന്ന 666 കുറിച്ചുമുള്ള വെളിപ്പെടുത്തലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പലരും പറയുകയും എടുക്കുകയും ചെയ്യുന്ന ഒരു നമ്പറാണ് 666. അതിനെ അക്ഷരികമായിട്ട് ആ നമ്പറിനെ എടുത്ത് പലരും പല വിധത്തിലും ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കാറിൻ്റെ നമ്പർ 666 ആയാൽ നമുക്കത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? റേഷൻ കാർഡിൻ്റെ നമ്പർ 666 ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, വീടിൻ്റെ നമ്പർ അവർ വന്നിട്ട് 666 ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വേണ്ട, പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു നമ്പർ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. 666 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അത് എതിർ ക്രിസ്തുവിൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാൾ 666 എന്ന കാറ് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൂടെ പോയാൽ അത് എതിർ ക്രിസ്തുവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഭൗതികമായിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള നമ്പർ അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളതിലേക്ക് വരും. എന്നാൽ അതിനു മുമ്പായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണോ കർത്താവ് പറഞ്ഞ കൽപ്പന. ദൈവസായനത്തോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെയോ ഭൂമിയിലെയോ അല്ലെങ്കിൽ സമുദ്രത്തിലെയോ വെള്ളത്തിലെയോ ഒന്നും യാതൊന്നിൻ്റെയും പ്രതിമയോ ഒന്നും ഉണ്ടാക്കി നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിരിക്കെങ്കിൽ അതിന് നേർ വിപരീതമായിട്ടുള്ള ഒരു കൽപ്പനയാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് കള്ളപ്രവാചകനാൽ അത് ലോകത്തിൽ പരസ്യപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉയർത്തിക്കൊണ്ടുവരിക, അഥവാ ദൈവത്തോട് തുറന്ന ഒരു യുദ്ധത്തിന് ഒരുങ്ങുക, കുഞ്ഞാടിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ദൈവിക നിയമത്തോട് തുറന്ന പോരിനുള്ള ഒരു വഴി കണ്ടെത്തി
അപ്രകാരം ഒരു യുദ്ധത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം പുറപ്പാടോസ് 20-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിനെയും പ്രതിമയരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്ന് എന്നെ പയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം അന്ന് ഈ കള്ളപ്രവാചകൻ ഉപദേശം കൊടുത്ത്, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിൽ അന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടാൻ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിന് കാരണം? കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം അത് ഭൂമിയിൽ നിലനിൽക്കും. അതിനെ ഉടച്ചു കളയുവാനോ ഇല്ലാതാക്കി കളയുവാനോ നിർമൂലമാക്കുവാനോ ആരെക്കൊണ്ടും കഴിയത്തില്ല. അപ്പോൾ അത് നമുക്കറിയാം, ഭൂപടത്തിൽ സൂചി കുത്താൻ സ്ഥലം പോലും ഇല്ലാത്ത ഒരു ചെറിയ ഒരു സ്ഥലത്തെ ലോകത്തിലുള്ള സകലമാന രാജ്യങ്ങളും കൂടി എതിർത്ത് നോക്കിയാലും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. ഒരുപാട് അടിമത്തത്തിലൂടെയും പരാജയത്തിലൂടെയും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ദൈവം അവരെ സംരക്ഷിച്ചു നിർത്തി. നമുക്കറിയാം, നാസിയുടെ ഭരണ സമയത്തുള്ള കൂട്ടക്കൊലകൾ, ഗ്യാസ് ചേമ്പറിലൂടെ 60,000 പേരെ യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. പക്ഷേ ഇന്ന് വരെ അവരുടെ എല്ലാ വംശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗോത്രങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇസ്രായേലിനോട് തുറന്ന പോരിന് ഉള്ള ഒരു സാഹചര്യം, സന്ദർഭം ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് അന്ന് എതിർ ക്രിസ്തു ഇങ്ങനെ ഒരു കർക്കശമായിരിക്കുന്ന നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് ദൈവം മുഴുവനല്ലാതെ മറ്റൊരു അന്യദൈവങ്ങളെ ഉണ്ടാകാൻ പാടില്ല, നാമങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കാൻ പാടില്ല എന്നുള്ള ദൈവവചന പ്രമാണത്തിന് ഘടകവിരുദ്ധമായി അവരുടെ മേൽ കുറ്റമാരോപിച്ച് അവരെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു നിയമം കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു നിയമം അന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ യഹൂദൻ്റെ മേൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ നോക്കുമ്പോൾ അവിടെ പ്രമാണത്തിലല്ലാതെ മറ്റൊരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുതന്നെയാണ് ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിനെതിരെയും അവൻ്റെ ദൈവത്തോടുള്ള പ്രമാണത്തിനല്ലാതെ മറ്റൊരു ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ഒരു നിയമം അന്ന് അടിച്ചേൽപ്പിക്കപ്പെടുവാൻ വേണ്ടി സാത്താൻ പ്രഖ്യാപിക്കുന്നത് അവനറിയാം. അന്ന് യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുന്നവർ മാത്രമേ ഇവൻ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രതിമകളെ അല്ലെങ്കിൽ അവൻ്റെ പ്രതിബിംബങ്ങളെ നമസ്കരിക്കാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവന് കീഴ്പ്പെടാതിരിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുവാനും അവരെ കൊന്നുകളയാനും വേണ്ടി, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന മാർഗമാണ് ഈ നിയമം. ഇത് ദാനിയേലിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ നോക്കിയപ്പോൾ മറ്റൊരു മാർഗമില്ല. ദാനിയേലിനെ കൊല്ലുകയും ചെയ്യണം, അല്ലെങ്കിൽ ദാനിയേലിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി അവർ നോക്കിയപ്പോൾ അവരൊറ്റ നിയമം പറഞ്ഞുള്ളൂ: 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യരുത് എന്നുള്ള നിയമം കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ ദാനിയേൽ അത് നിസ്സാരമായിട്ടെടുത്തു. അവനറിയാം അവൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അവനറിയാം. അവനെ ദൈവം സംരക്ഷിച്ചു. അന്ന് ദൈവം സംരക്ഷിച്ചെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം അറിഞ്ഞുകൊണ്ട് തലയറക്കപ്പെടുവാൻ, ഇവിടെ അവരുടെ രക്തം ചീന്തുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഇങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ അല്ലാത്തവരെ കൊന്നുകളയണം എന്നുള്ള ഒരു നിയമമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം മൃഗത്തിൻ്റെ പ്രതിമയും നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, പ്രതിമയ്ക്ക് ബലം ലഭിച്ചു. നമുക്കറിയാം, ഈ ഇപ്പോൾ ചലിക്കാതിരിക്കുന്ന, കൈയനക്കാതിരിക്കുന്നതൊക്കെ നിശ്ചലമായിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ജീവൻ വെച്ച് തുടങ്ങുന്ന പ്രതിമകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യനെ പോലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമ മനുഷ്യരൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി.
അപ്പോൾ പണ്ട് ഒരു മനുഷ്യൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ അത് മിണ്ടത്തില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, മരിച്ചുപോയ ഏതെങ്കിലും ശാസ്ത്രജ്ഞനെയോ മറ്റാരെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ മൊബൈലിലൊക്കെ ലൈവായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അവരെ ജീവനോടെ കൊണ്ടുവന്ന് കാണിക്കാൻ സാധിക്കും. അവിടെ അതേ രീതിയിലുള്ള ആ, ആ, ഉള്ള ആ, ഉള്ള പ്രത്യേകമായിരിക്കുന്ന കൃത്രിമ മനുഷ്യരെ ഉണ്ടാക്കി ഇന്ന് ആരെ വേണമെങ്കിലും ഇവിടെ പ്രദർശിപ്പിക്കാവുന്ന, അവർ സംസാരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വന്നുപോയി. പണ്ട് ഫോട്ടോയോ അല്ല പ്രതിമയൊക്കെ നോക്കി ഇന്നയാളാണ് ഇന്നയാളാണെന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു സ്ഥിതിയല്ല വന്നിരിക്കുന്നത്. ഇന്ന് അവർ വേണേൽ ക്ലാസ് എടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഐൻസ്റ്റീൻ ക്ലാസ് എടുക്കുന്നതിനെക്കുറിച്ചൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം കണ്ടു. അപ്പോൾ അന്ന് അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അത് ഒരു പടത്തിലൂടെയൊക്കെ കണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് സംസാരിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ലോകത്തിൽ വന്നിരിക്കുക. അപ്പോൾ പ്രതിമ സംസാരിക്കേണ്ടതിന് അതിന് ആത്മാവിനെ കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ തലച്ചോറിനോട് സമാനമായിരിക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വികാരങ്ങളോട് കൂടിയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകാൻ പറ്റുന്ന കാര്യം. ഇനിയും വരാൻ പോകുന്ന കാര്യം, മനുഷ്യനേതാ, ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള മനുഷ്യൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ ഈ മനുഷ്യനാണോ യന്ത്രമനുഷ്യനാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ എവിടെയെങ്കിലും ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യനാണോ, യഥാർത്ഥ മനുഷ്യനാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ കോഡ് വാക്കുകളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് അതീതമായിരിക്കുന്ന, ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സൃഷ്ടിയുടെ കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങുന്നു എന്നുള്ളത് നമുക്ക് വലിയ സംശയം കൂടാതെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ അതിപ്രസരം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടാണോ പറഞ്ഞിരിക്കുന്നത്, സംസാരിക്കുന്നുള്ള ഈ കൃത്രിമ ബുദ്ധിയെക്കുറിച്ച് അത് നമുക്ക് വളരെയധികം, നേരത്തെ കൃത്രിമ മനുഷ്യനെ ഉണ്ടാക്കാമായിരുന്നു, യന്ത്രമനുഷ്യനെ ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ അതിനെ ഒരു കൃത്രിമ ബുദ്ധിയോടുകൂടിയുള്ള, ഇൻ്റലിജൻസോട് കൂടിയുള്ള ഒരു മനുഷ്യനാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ന് കാണുന്ന പല പരസ്യങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെ അവിടെ കാണുന്ന ആ സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ഒന്നും യഥാർത്ഥത്തിൽ ലോകത്തിലുള്ളവരല്ല. അവരെ ആ ഒരു പരസ്യത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത് അവർ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അതങ്ങനെ ഒരു സൃഷ്ടി ലോകത്തിലില്ല, അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. അപ്പം അങ്ങനെ പരസ്യ കമ്പനികളൊക്കെ പരസ്യത്തിലൊക്കെ അവരുപയോഗിക്കുന്ന ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വാസ്തവത്തിൽ ഇന്ന് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരസ്യം ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ആരെ വേണമെങ്കിലും ഏത് രീതി വേണമെങ്കിലും പരസ്യത്തിനുള്ള ആൾക്കാരെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി തയ്യാർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 19-ാം നൂറ്റാണ്ട് 1950 അടുത്തൊക്കെ ഇതിൻ്റെതായിട്ടുള്ള പണിപ്പുരയിലായിരുന്നു ശാസ്ത്രലോകം. ഒരുപക്ഷെ നമ്മൾ ഇന്നതൊക്കെ കാണുമ്പോൾ ഇത് ഇന്ന് പെട്ടെന്ന് വന്ന് കൂടിയ ഒരു വ്യത്യാസം, ഒരു കാര്യമല്ല. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടണമെങ്കിൽ 10, 50, 100 വർഷം, 80 വർഷം മുമ്പ് ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് ഇത് സംബന്ധമായ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കാലക്രമേണ അത് വികാസം പ്രാപിക്കുകയാണ് നടക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ ആലോചനയോടുകൂടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് വളരെ വേഗത്തിൽ അത് ദൈവവചനത്തിന് നിന്ന് വിരുദ്ധമായി ദൈവവചനത്തെ ഒന്നുമല്ലാതാക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, വിഗ്രഹ പ്രതിമകളോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല, കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നുമില്ല എന്ന് യെശയ്യാവ് 46-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 114 സങ്കീർത്തനം വായിക്കുമ്പോൾ അതേക്കുറിച്ച് അത് അനങ്ങുന്നില്ല, നടക്കുന്നില്ല, നോക്കുന്നില്ല, മണക്കുന്നില്ല, രുചിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മണക്കുന്ന, ഹസ്തദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ സംസാരിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, കരയുന്ന, ചുംബനം നൽകുന്ന ഒക്കെയുള്ള കൃത്രിമ മനുഷ്യൻ ലോകത്തിൽ വരും. അതിൻ്റെ അർത്ഥം മസ്തിഷ്ക ശക്തിയോട് കൂടിയ
പൂർണ്ണ യന്ത്ര മനുഷ്യനെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കും. അത് കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തോടുള്ള കൃത്രിമമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള റോബോട്ടിക്കായിട്ടുള്ള മനുഷ്യനെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പൗരത്വം വരെ രാജ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള മനുഷ്യരെ പൗരത്വം വരെ കൊടുത്തിട്ടുണ്ട്, പൗരത്വം വരെ കൊടുക്കുന്നു. സൗദി അറേബ്യയൊക്കെ പൗരത്വം കൊടുത്തു. അപ്പോൾ മനുഷ്യന് മാത്രമാണ് സാധാരണ ബയോളജിക്കലായിട്ടുള്ള ജനനമുണ്ടായിരിക്കുന്ന മനുഷ്യർ മാത്രമാണ് സാധാരണ രാജ്യത്തിലെ പൗരന്മാരെന്ന് പറയുമ്പോൾ, അങ്ങനെ ഇവിടെ ജനിച്ച് വളരുന്ന പൗരന്മാരല്ലാതെ അവർ സൃഷ്ടിച്ചെടുക്കുന്ന പൗരന്മാർ കൂടി ഈ ലോകത്തിലേക്ക് ഓരോ രാജ്യത്തേക്കും അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. അവരുടെ പേരും ഈ പറയുന്ന പൗരത്വ രജിസ്റ്ററിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ കൃത്രിമ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സീല് ആ മനുഷ്യനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മസ്തിഷ്ക ശക്തിയോട് കൂടിയ പൂർണ്ണ യന്ത്ര മനുഷ്യർ, റോബോട്ടിക്കായിട്ടുള്ള മനുഷ്യർ, കൃത്രിമ മനുഷ്യർ ലോകത്തിൽ കളം പിടിക്കും. അത് എത്രമാത്രം ആപൽക്കരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കത്തില്ല. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ സ്ഥാനം തന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു റോബോട്ടിക് മനുഷ്യനായിരിക്കും. ഒരുപക്ഷെ നമ്മളെ ഉന്തിക്കൊണ്ട് പോകുന്ന ആശുപത്രികളിലൊക്കെ ഉന്തിക്കൊണ്ട് നടക്കുന്ന റോബോട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതേ മനുഷ്യനെ തന്നെ കഴുത്ത് ഞെക്കി കൊല്ലാൻ ഉപയോഗിക്കാം, കൊലപാതകത്തിന് ഉപയോഗിക്കാം, യുദ്ധത്തിന് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമല്ല, തിന്മയ്ക്ക് വേണ്ടിയും ഇതിനെ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയുള്ള മനുഷ്യർ കൂടി ഉണ്ടാക്കി ലോകത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത്, വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വിപത്ത് മുമ്പിലുണ്ട്. അതേക്കുറിച്ച് വേദപുസ്തകം വളരെ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതേക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ആത്മാവെന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുവാൻ, എമോഷൻ കൊടുക്കുവാൻ, ചിന്തിക്കുവാൻ, സംസാരിക്കുവാൻ. നമുക്കറിയാം മനുഷ്യന് ചിന്താശക്തിയുള്ളത്. അപ്പോൾ ആ ചിന്താശക്തിയുള്ള കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നത്. അപ്പോൾ ഇത് ട്യൂൺ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അതിന് തന്നെ സ്വയമായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ എടുക്കാൻ പ്രാപ്തമായിരിക്കുന്ന യന്ത്ര രീതിയിലേക്ക് ഈ ലോകം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ വലിയൊരു പഠന ശൃംഖല തന്നെയുണ്ട്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെഷീൻ തന്നെ ലേൺ ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് മനുഷ്യൻ്റെ കൈ വേണമായിരുന്നു ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു മിക്സി ഉണ്ടെങ്കിൽ ആ മിക്സിയിൽ നമുക്കറിയാം സാധാരണ നമ്മൾ അരിയിട്ടിട്ട് നമ്മളത് ഓൺ ചെയ്ത് അതിൻ്റെ വേഗത്തിൽ സ്പീഡ് കുറയ്ക്കുകയോ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീൻ ഇല്ലാതെ തന്നെ ഒരു റോബോട്ട് വ്യത്യസ്തമായിരിക്കുന്ന മനുഷ്യൻ പോലും ചിന്തിക്കുന്ന റോബോട്ട് മനുഷ്യപകരം ഉണ്ടെങ്കിൽ അത് അരിയിട്ടോളും, അതെല്ലാം ഓൺ ചെയ്തോളും, ഓഫ് ചെയ്തോളും, നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഈവൻ കിച്ചൺ, അടുക്കളകൾ മുതൽ ഓഫീസുകൾ വരെ കൈയടക്കാൻ പോവുകയാണ്. ഡ്രൈവർമാരില്ലാതെ വണ്ടി ഓടിക്കും എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ ആവശ്യം വരുന്നില്ല. എല്ലാ രീതിയിലും ഓട്ടോമേഷൻ വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യന് ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യൻ മറ്റ് ചില അവൻ്റെ ബുദ്ധിയോട് കിടപിടിക്കുന്ന യന്ത്ര സംവിധാനങ്ങളെ കണ്ടുപിടിച്ചുണ്ടാക്കും. അത് അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു വിപത്തിലേക്ക് ലോകം നീങ്ങാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ദൈവം അതിന് തടയിടാൻ വേണ്ടി കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇന്നെന്താണ് സംഭവിക്കുന്നത്? മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക എന്നാൽ ദൈവസൃഷ്ടിയായ മനുഷ്യന് തുല്യമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്തിച്ചേരുക എന്നതാണ്. അതാണ് ആത്മാവിനെ കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. ഇന്ന് ജീവനില്ലാതിരിക്കുന്നു, അതിന്
പ്രത്യേകമായിരിക്കുന്ന ആ ആത്മാവിനെ എന്തെങ്കിലും ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെയാകും. അതിൻ്റെ പ്രധാനമായും രണ്ട് വിധത്തിലാണ് സാധ്യമാകുക. ഒന്നത് യന്ത്രമനുഷ്യർ, നമുക്കറിയാം റോബോട്ടിക് മെഷീൻ സംബന്ധമായിട്ടുള്ളത്. രണ്ടാമത്തത് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ മനുഷ്യർ. ക്ലോണിങ്ങിലൂടെ മനുഷ്യനെ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ എലിയെ സൃഷ്ടിച്ചെടുത്തു, ആടിനെ സൃഷ്ടിച്ചെടുത്തു എന്നൊക്കെ അറിയാം. അങ്ങനെ ക്ലോണിങ്ങിലൂടെ ആടിനെയും എലിയെയും ഒക്കെ സൃഷ്ടിക്കാമെങ്കിൽ മനുഷ്യനെയും സൃഷ്ടിച്ചെടുക്കാം. അതിനുള്ള ഫാക്ടറികൾ അധികം താമസിയാതെ ഉണ്ടാകും. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ 17-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ബോഡി പാർട്സുകൾ വിൽക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. രക്തം വേണം, മനുഷ്യൻ്റെ അവയവങ്ങൾ വേണം. അപ്പം നമുക്കറിയാം, അപ്പോൾ അവയവ ട്രാൻസ്പ്ലാന്റേഷനുള്ള ഹോസ്പിറ്റലുകളൊക്കെ വന്നു തുടങ്ങി, അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുക. അപ്പോൾ ഇല്ലാതിരിക്കുന്നത് അവയവങ്ങളാണ് ഇല്ലാതിരിക്കുന്നത്. ഇനി ലോകത്തിൽ വരാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ബിസിനസ് മനുഷ്യ അവയവങ്ങളുടെ വിൽപ്പനയാണ്. ഇന്ന് നമുക്കറിയാമെന്ന് മരുന്നുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ സർജറികളോ മറ്റൊക്കെ ഉള്ളത്. യൂസ് ആൻഡ് ത്രോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച ശേഷം പണ്ട് നമ്മൾ പറയുമായിരുന്നു കണ്ണിന് പകരം കണ്ണില്ല എന്നുള്ളത്, കൈക്ക് പകരം കൈയില്ല എന്നുള്ളത്. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ മരിച്ചു പോകുന്ന മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ കൈ അത് ദ്രവിച്ചു പോകാതെ അതിൽ നിന്ന് മാറ്റിയെടുത്ത് കൈയില്ലാത്ത ഒരാൾക്ക് തുന്നിച്ചേർത്ത് ആ കരം പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കുക. മസ്തിഷ്ക മരണം വന്നിരിക്കുന്ന ഒരാളുടെ കണ്ണ്, നേത്രപടലങ്ങൾ, വൃക്കകൾ, ഹൃദയമൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അധികം താമസിയാതെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഹ്യൂമൻ പാർട്സ് വേണ്ടി വരും. അപ്പോൾ അതിന് ഇന്നിപ്പം തടസ്സം നിൽക്കുന്നത് മനുഷ്യനെ അങ്ങനെ കൊണ്ടുപോയി അവനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അവൻ്റെ പാർട്സ് എടുക്കാൻ പറ്റത്തില്ല. അതിന് നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ അപ്പനും അമ്മയില്ലാത്ത ഇങ്ങനെ ക്ലോണിങ്ങിലൂടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഓരോന്നിനനുസരിച്ചുള്ള വൃക്കയോ കണ്ണോ എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ചുള്ള മനുഷ്യനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവരെ അവിടെ വെച്ച് തന്നെ പാർട്സുകളാക്കി മാറ്റി ഹൃദയവും കണ്ണുകളും കൈയും കാലുകളും ഏതെല്ലാം അവയവങ്ങൾ വേണോ അതെല്ലാം ഒരു ഓട്ടോമൊബൈൽ പാർട്സ് പോലെ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മുമ്പിൽ വരാൻ പോകുന്നത്. ഞാൻ പലരോടും പറയും, ഇനി ഏറ്റവും നല്ല ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് ദിവസം 17-ാം അധ്യായം വായിച്ചാൽ മതി. ബോഡി പാർട്സുകൾ, മനുഷ്യൻ്റെ അവയവങ്ങൾ വിൽക്കുന്ന ബിസിനസ്സായിരിക്കും ലോകത്തിൽ അവസാനമായി ഉയരാൻ പോകുന്ന ബിസിനസ്. ആ ബിസിനസ് വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി തീർന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലോണിങ്ങിലൂടെയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ മനുഷ്യരുണ്ട്. യന്ത്രമനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വികാരങ്ങളുള്ള യന്ത്രമനുഷ്യനെ ബ്രിട്ടനിലെ ലിങ്കൺ സർവകലാശാല സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ വായിക്കുന്നത്. അപ്പം അതിനെ ഇർവിൻ എന്നാണ് നാമകരണം അവർ ചെയ്തിട്ടുള്ളത്. ഇർവിൻ എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വികാരങ്ങളുള്ള യന്ത്രമനുഷ്യനാണ്. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇർവിൻ എന്നുള്ള ഒരു യന്ത്രമനുഷ്യൻ. അതിൻ്റെ പൂർണ്ണരൂപം ഇമോഷണൽ റോബോട്ട് വിത്ത് ഇൻ്റലിജൻറ്റ് നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇർവിൻ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റോബോട്ട് വിത്ത് ഇൻ്റലിജൻറ്റ് നെറ്റ്വർക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെ ഇമോഷൻ ഉണ്ടാകുന്ന, വികാരം പ്രകടിപ്പിക്കുന്ന റോബോട്ട് എന്ന് പറഞ്ഞ യന്ത്രമനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഒരുപാട് വകഭേദങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ടി വിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ ടി വിയും വലുതായി. ഇപ്പം ഏതെല്ലാം അതിൻ്റെ മാറ്റം വന്നത്. പണ്ടത്തെ മൊബൈൽ ഫോണൊക്കെ ഇത്ര വലിയ ഭാരമുള്ളത്, ഇപ്പം അതെല്ലാം മാറിയില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഫസ്റ്റ് കാലഘട്ടം കഴിയുമ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ വരും എന്നുള്ളതാണ് കാണുന്നത്. കണ്ടും കേട്ടും മാത്രമല്ല, തൊട്ടും മണത്തും രുചിച്ചും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള സംവേദന ശേഷിയോടെ ആണ് ഇർവിൻ രംഗത്തെത്തിയത്. മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള സംവേദനത്തിലുള്ള ആക്കം കൂട്ടാനുള്ള പുതിയ അറിവുകളാണ് ഇർവിൻ എന്ന ആ ഉൽപ്പത്തിയിലൂടെ ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള സംവേദനം ഒന്നാക്കുക, മനുഷ്യനെ
മനുഷ്യനെ പോലെ മൃഗത്തെയാക്കുക, യന്ത്രത്തെ കൺവേർട്ട് ചെയ്യുക. അതിനെയാണ് മെഷീൻ ലേണിംഗ് എന്നൊക്കെ, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതോടുള്ള ബന്ധത്തിലാണ്. അത് പഠിക്കരുതെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണേൽ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം അത് പഠിക്കുന്നതുകൊണ്ട് പൈശാചികമാണെന്നല്ല, ഇനി വരാൻ പോകുന്ന ഒരു സിസ്റ്റമാണത്. ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാറുമ്പോൾ അതൊക്കെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. പക്ഷേ ലോകത്തിൻ്റെ ഗതി വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൃത്രിമമായിട്ടുള്ള ഒരു ബുദ്ധിശക്തിയോടുകൂടി ആർട്ടിഫിഷ്യലായിട്ടുള്ള യന്ത്രമനുഷ്യർ വരും. അതുപോലെ തന്നെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ മനുഷ്യരുണ്ടാകും. ആധുനിക വൈദ്യശാസ്ത്രത്തിന് കൃത്രിമമായി മനുഷ്യനെ പോലും സൃഷ്ടിക്കാമെന്നുള്ള നിലവാരത്തിലേക്കാണ് അത് ഉയർന്നത്. ഒന്ന്, യന്ത്രമനുഷ്യനെ പോലുള്ള, ഇർവിനെ പോലുള്ള വികാരങ്ങളായിട്ടുള്ള യന്ത്രമനുഷ്യർ, റോബോട്ടുകളെ സംസാരിക്കാനും ചിന്തിക്കാനും ചിരിക്കാനും കരയാനും തൊടാനും ഒക്കെ കഴിവുള്ള യന്ത്രമനുഷ്യർ ഉണ്ടാകും. അതുപോലെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ മനുഷ്യരുണ്ടാകും. അപ്പോൾ മനുഷ്യശരീരം നിർമ്മിക്കപ്പെട്ടിരുന്ന കോശങ്ങളാണ്. കോശങ്ങൾ മൂലമാണ് ഓരോ അവയവത്തിനും അതിൻ്റെതായ ഘടകങ്ങളുണ്ട്. ഓരോ പ്രത്യേക കോശഘടനയുണ്ടായിട്ടാണ് ഈ പറയുന്ന ഓരോ അവയവങ്ങളുണ്ട്. എനിക്കതേക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, ഞാൻ അതേക്കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ സാമാന്യമായിട്ടുള്ള ഒരു ചെറിയ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിക്കോണം. എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഇപ്പം കണ്ണിൻ്റെതായിട്ടുള്ള കോശങ്ങൾ കാണും. അതുപോലെ തന്നെ പല്ലിന്, എല്ലിന്, ഹൃദയത്തിന് ഒക്കെ ഓരോ കോശങ്ങളാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഓരോ കോശങ്ങളും അതിനോട് ബന്ധപ്പെടും. പക്ഷേ ഇതെല്ലാം പറയുന്നത് അതിൻ്റെ മൂലകോശത്ത് നിന്ന് ഏത് ശരീരാവയവങ്ങളിൻ്റെയും കോശങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ക്ലോണിങ് സമ്പ്രദായത്തെ എളുപ്പമാക്കുന്നു. അപ്പോൾ ക്ലോണിങ് സമ്പ്രദായത്തിലൂടെ മൂലകോശത്തിൽ നിന്ന് ഏത് കോശത്തെ വേണമെങ്കിൽ വേർതിരിച്ചെടുത്ത് ഉണ്ടാക്കാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വേഗത്തിൽ എളുപ്പമായിക്കൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ ലബോറട്ടറികളിൽ മനുഷ്യരെ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ആടിനെയും കുരങ്ങിനെയും ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നതെന്നും ഇപ്രകാരം മനുഷ്യനെയും സൃഷ്ടിച്ചെടുക്കുന്നതൊക്കെയാണ് ശാസ്ത്രം വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അധികം താമസിയാതെ കൃത്രിമമായിട്ടുള്ള മനുഷ്യരെ ലബോറട്ടറികളിൽ, ഫാക്ടറികളിൽ നിർമ്മിച്ചെടുക്കുന്ന പുതിയ കാറ് വരുന്നതും പുതിയ പ്ലെയിൻ വരുന്നതും പുതിയ TV വരുന്നതും പുതിയ വാച്ച് വരുന്നതും ഒക്കെ നോക്കിയിരിക്കുന്നെങ്കിൽ അധികം താമസിയാതെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോണിങ് ആയിട്ടുള്ള മനുഷ്യനെ ഉൽപ്പാദിപ്പിച്ചെടുക്കും, വെളിയിൽ വരും എന്നുള്ളത് നമുക്ക് കാണുന്നത്. അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചികിത്സാ രംഗത്തേക്കായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടാക്കി അതിനെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ തന്നെ അതിനെ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ അവയവങ്ങൾ വേഗത്തിൽ മാറ്റിയെടുക്കത്തക്കവണ്ണമുള്ള ഒരു കാര്യഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതെങ്ങനെയാണ് ക്ലോണിങ്ങിലൂടെ മനുഷ്യൻ വളർന്ന് വികാസം പ്രാപിക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ ക്ലോണിങ്ങിലൂടെ കുരങ്ങിനെയും ആടിനെയും ഒക്കെ എലിയെ ഒക്കെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അത് വളർന്നിട്ടുണ്ടെങ്കിൽ, അത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാം. പക്ഷേ നിയമത്തിൻ്റെ തടസ്സം കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ നിയമങ്ങളൊക്കെ മാറി പുതിയൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം നിയമങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാറ്റത്തോടു കൂടി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ നല്ല നിയമങ്ങളും മാറ്റിയിട്ട് ഇങ്ങനെയുള്ള നിയമങ്ങളിലേക്ക് വരുമ്പോൾ ഏത് രാജ്യത്തിനും ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മനുഷ്യൻ്റെ ആവാസ ജീവിതത്തിന് വ്യതിയാനമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉടലെടുക്കും എന്നുള്ളത് വിസ്മരിച്ച് കളയരുത്. സംഭവിക്കും. അതേക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുവാൻ തക്കവണ്ണം ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ്റെ പ്രതിമയായി തീരത്തക്കവണ്ണം ഉള്ള യന്ത്ര മനുഷ്യരെയും ക്ലോണിങ്ങിലുള്ള കൃത്രിമ മനുഷ്യരെയും ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്കറിയാവുന്ന വലിയ വലിയ ആൾക്കാർക്കൊക്കെ അവർ തന്നെ ആ സ്ഥലത്ത് പോകണമെന്നില്ല. അവർക്ക് പകരമുള്ള ഒരേപോലുള്ള ആൾക്കാർ പോയി പ്രസംഗിച്ചിട്ട് പോന്നിട്ടുണ്ട്. അത് മറ്റൊരു മനുഷ്യനാണ് പോയിരുന്നത്. വേഷമൊക്കെ കെട്ടിപ്പോയി സംസാരിച്ച് അതുപോലെ പ്രസംഗിച്ചിട്ട് പോരും. അവർ അവിടെ പോയിട്ട് പോലും കാണത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എതിർ ക്രിസ്തുവിന് പകരമായിട്ടുള്ള പ്രതിമകൾ അവനെവിടെയും പ്രത്യക്ഷപ്പെടാൻ സാധിക്കും ഒരേ സമയത്തോടെ. ഇപ്പം നമ്മൾ പറയുന്നത് ദൈവം ഒമിനി പ്രസൻ്റ് ആണ്, ഒമിനി പൊട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ കർത്താവിന് എവിടെയും വരാമെന്ന് പറയുമ്പോൾ അങ്ങനെ എതിർ ക്രിസ്തുവിന് സാത്താന് വരാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ എവിടെയും വരത്തക്കവണ്ണമുള്ള അവൻ്റെ പ്രതിമകൾ, ചലിക്കുന്ന പ്രതിമകൾ ലോകത്തിൽ കാണും. അപ്പോൾ കോട്ടയത്ത് ഒരു മീറ്റിങ്ങിൽ ഇന്ന് മൃഗം പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ആ ലോകത്തിൻ്റെ സാമ്പ്രദായത്തിന് പ്രസംഗിക്കുന്ന പറഞ്ഞാൽ കോട്ടയത്ത് മാത്രമല്ല
അവൻ അമേരിക്കയിലും അവന് ചൈനയിലും മറ്റേത് രാജ്യത്തും അവന് പ്രസംഗിക്കാം. അത് ടെലികാസ്റ്റ് ചെയ്യുകയല്ല, അവൻ്റെ പ്രതിമകൾ സംസാരിക്കും. അതാണ് മനുഷ്യൻ അതിശയിക്കാൻ പോകുന്നത്. നമുക്ക് കർത്താവ് നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ പറയുന്നത്, ഇവിടെ എവിടെ ഇരുന്നാലും കർത്താവ് 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന എവിടെയും കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആത്മാവിൽ നമ്മൾ വിശ്വസിക്കുകയും അതിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കർത്താവിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ ഈ പറയുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണ സമയത്ത് ഈ പ്രതിമകൾ അത് പ്രത്യക്ഷത്തിൽ തന്നെ എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇവൻ സംസാരിക്കുന്ന അവൻ അവിടെ തന്നെ നിന്ന് ഒരേ കാര്യം പറയത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ലോകം മാറും. ഇതൊരു ടെലികാസ്റ്റിംഗ് ആയിരിക്കത്തില്ല, യഥാർത്ഥത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കണ്ടുപിടുത്തങ്ങൾ നീങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ കാലത്ത് ഇത് പഠിപ്പിക്കുമ്പോൾ ആരും ഇതിനെ എതിർക്കത്തില്ല. ഒരുപക്ഷെ ഒരു 20 വർഷം മുമ്പ് 30 വർഷം മുമ്പൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പറയുമ്പോൾ ശരിയാണ് എന്നുള്ളത് ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് വെളിപ്പാടിൻ്റെ റെവലേഷൻ്റെ കാര്യങ്ങളും നേരത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നത്. കാരണം അതങ്ങനെ വെളിപ്പെടുത്തി കൊടുത്താൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് സത്യ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം അത് വിലയേറിയതും രഹസ്യാത്മകതയുള്ളതും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടെ രചിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കഥയുടെ പുസ്തകം വായിക്കുകയല്ല നാം ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ചും വരുവാനുള്ളതിനെക്കുറിച്ചുമുള്ള കാര്യഗൗരവമായിരിക്കുന്ന സംഗതികളാണ് വിശുദ്ധ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആഴം മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുസ്തകം ഒരു പഴഞ്ചൻ പുസ്തകമല്ല. ഒരു കറുത്ത വൈൻഡിട്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് നോക്കുമ്പോൾ പലർക്കും അത് പഴഞ്ചൻ പുസ്തകമായിട്ട് തോന്നും. പക്ഷേ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന മുഴുവനും പാസ്റ്റ് ആയിട്ടുള്ളതും പ്രസൻ്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 50 വർഷം മുമ്പ് ഇങ്ങനെയുള്ള കൃത്രിമനുഷ്യൻ ഉണ്ടാകുമെന്നോ യന്ത്രമനുഷ്യൻ ഉണ്ടാകുമെന്നോ, മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന, കരയുന്ന, ചിരിപ്പിക്കുന്ന യന്ത്രമനുഷ്യൻ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അത് മറച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ശരിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമയെ അതിന് ആത്മാവിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അത് സംസാരിക്കും, അത് ചിരിക്കും, കരയും എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ മനസ്സിലാകത്തില്ല. പക്ഷെ ഇപ്പം നമുക്കറിയാം എല്ലാം മനുഷ്യന് സാധ്യമാണ്. കർത്താവിനെ പറഞ്ഞു, മനുഷ്യൻ ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു, അവനത് സാധ്യമാക്കും. ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് ദൈവം പറഞ്ഞു അവനത് സാധ്യമായ കാര്യമല്ല. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ പ്ലാൻ ചെയ്ത് പണിയും. അന്ന് പണിയാൻ തുടങ്ങിയപ്പോൾ ദൈവം അതിനെ ഇടിച്ചു കളഞ്ഞു, പണിയാതെ ഇല്ലാതാക്കി കളഞ്ഞു. ഈ ലോകാവസാനത്തിൻ്റെ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്തും ദൈവം ഇറങ്ങി വരും ഇവൻ്റെ പദ്ധതികളെ ഇല്ലാതാക്കാൻ വേണ്ടി. അതിനാ കർത്താവിന് രണ്ടാമത് വരുന്നത്. ഇപ്പോൾ സംഭവിക്കുമല്ലോ. സാങ്കേതിക വിദ്യയിലൂടെയും വൈദ്യശാസ്ത്ര മികവിലൂടെയും വികാരങ്ങളുള്ള യന്ത്രമനുഷ്യരെയും കൃത്രിമ മനുഷ്യരെയും രൂപകൽപ്പന ചെയ്തെടുക്കുന്നത് ആദ്യം മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയാകും. അപ്പം അതിനെ എല്ലാവരും വെൽക്കം ചെയ്യും. ഓക്കെ, ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ കൂട്ടിരിപ്പിന് ആളില്ലെങ്കിൽ ഒരു യന്ത്രമനുഷ്യനൊന്നും റോബോട്ടൊന്നും അവൻ ചെയ്തോളുമല്ലോ. വീട്ടിൽ പ്രായമായി കിടക്കുന്ന മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് സാധിക്കത്തില്ലെങ്കിൽ അതിന് പകരമായിട്ട് ക്ലോണിങ്ങിലൂടെയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് നിർത്താം. ഇനി മക്കൾക്ക് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ പണ്ടൊക്കെ ടി വിയിലൂടെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അമേരിക്കയിലിരിക്കുന്ന മക്കളെയൊക്കെ ഇവിടെ വേണമെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പ്രതിമകൾ നിർത്തി ഈ ഡെഡ് ബോഡി വഹിച്ചുകൊണ്ടുപോയി സെമിത്തേരി കൊണ്ട് അടക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അവർ വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നീങ്ങും. ശരിയല്ലേ? അവിടുന്ന് പറയും, എനിക്ക് പകരം എന്നെ പ്രതികരിക്കുന്ന ഒരു റോബോട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലോണിങ് ഒരു മനുഷ്യൻ കാണും. അതൊക്കെ അന്നേരം അവിടെ രൂപത്തിലും ഭാവത്തിലും മാറാൻ വേണ്ടിയുള്ള ആൾക്കാർ തയ്യാറായി നിൽക്കും. ഒന്നും അധികം താമസിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ അധികം താമസിയാതെയൊക്കെ സംഭവിക്കും. എന്നാൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമൊക്കെ അതിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ കർത്താവ് വേഗത്തിൽ വന്ന് തനിക്ക് വേണ്ടി നിൽക്കുന്ന കളങ്കം പറ്റാത്ത
ദൈവസഭയെ ചേർക്കാൻ യേശു വേഗത്തിൽ വരും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ വേണ്ടിയല്ല. നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിനെ കാണാൻ അവൻ്റെ അതേ പ്രതിമയായി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. ക്രിസ്തുവിൻ്റെ പ്രതിമയായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് പാവിയായ മനുഷ്യനെ, വഴിതെറ്റിപ്പോയ മനുഷ്യനെ, ആദമിൽ നിന്ന് ജനിച്ച മനുഷ്യനെ ദൈവം തെറ്റിപ്പോയതിൽ നിന്ന് ജീവൻ നൽകി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവൻ നൽകി നമ്മെ അവൻ്റെ പ്രതിമയായി മാറ്റിയെടുക്കുകയാണ് സുവിശേഷം മുഖാന്തരം, ദൈവവചന മുഖാന്തരം നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നത് തേജസ് മേൽ തേജസ് പ്രാപിച്ച് നാം അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആദിജാതന്മാരുടെ സഭയെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, സാത്താനാകുന്ന മൃഗത്തെ പ്രതിനിധീകരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമകളായി തീരാൻ വേണ്ടി അന്ന് അവന് മനുഷ്യനെ മാറ്റിയെടുത്ത് അങ്ങനെ ആക്കിയെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ മനുഷ്യന് പകരമായി കൃത്രിമമായിട്ടുള്ള മനുഷ്യരെ ഡിസൈൻ ചെയ്തെടുത്ത് അതുപോലുള്ള ഉള്ള സാങ്കേതിക മികവിലൂടെ ഉണ്ടാക്കുന്ന യന്ത്രമനുഷ്യരെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ എതിർ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമകളായിട്ട് ഇരുളിൻ്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് നേർവിപരീതമായിട്ടുള്ള കാര്യം. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തിയെടുത്ത ആൾക്കാരെ എത്രയോ പേരെ തികവിലേക്ക് കൊണ്ടുപോകാൻ തീർന്നു. ഇന്നും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നമ്മെ അവൻ്റെ പ്രതിമയായി, ക്രിസ്തു സംസാരിക്കുന്ന പോലെ, ക്രിസ്തു ജീവിച്ചതുപോലെ അവനോട് നമ്മെ സദൃശ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വ്യാപരിക്കുന്നതെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, കള്ളപ്രവാചകന്റെ ആ ശക്തി വ്യാപരിക്കുന്നത് ഇപ്രകാരമുള്ള കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവനോട് സദൃശന്മാരായിട്ടുള്ളവരെ, അവനോട് തുല്യരായിരിക്കുന്ന പ്രതിമകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൃഷ്ടികളെ ലോകത്തിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു, അതിന് ശക്തി ലഭിച്ചതിൻ്റെ അർത്ഥം അതിന് കഴിവ് ലഭിച്ചു. ബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബലം എന്നുള്ളത് പല രീതിയിൽ ബലമുണ്ട്. കായിക ബലമുണ്ട്, ശക്തി, ബുദ്ധിയുടെ ബലം. ഇതിവിടെ ബുദ്ധിയാണ് കാണിക്കുന്നത്. ആത്മാവിനെ കൊടുക്കുന്ന ബലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവ് അത്രമാത്രം വികസിതമായി തീർന്നിരിക്കുന്നു. കമ്പ്യൂട്ടിങ്ങിലൂടെയും മറ്റുമുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ അനുദിനം സംഭവിച്ച് ഇതിന് ബലം ലഭിക്കുന്നതിന്, ജ്ഞാനം ലഭിക്കുവാൻ, കഴിവ് ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരുമായിട്ടുള്ളവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യ സൃഷ്ടികൾ അതുപോലെ ഇതേ വിദ്യപ്രകാരം കോപിക്കുന്ന, ഭയമില്ലാത്ത, കൊന്നുകളയുന്ന, ഉപദ്രവകാരികളായിരിക്കുന്ന കൃത്രിമ മനുഷ്യരെയും റോബോട്ടുകളെയും ഉൽപ്പാദിപ്പിക്കുന്നതും അത്ര പ്രയാസകരമായ കാര്യമല്ല. ഇനിയിപ്പം പട്ടാളക്കാരെ യുദ്ധത്തിന് വേണമെന്നില്ല. തീയെ പേടിക്കാത്ത, ഒന്നിനെയും പേടിക്കാത്ത കൃത്രിമമായിട്ടുള്ള മനുഷ്യരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവർക്കും യുദ്ധത്തിൻ്റെ തലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ മനുഷ്യദർശമായ വികാരമുള്ള യന്ത്രമനുഷ്യരും കൃത്രിമമാക്കത്തിലൂടെ സൃഷ്ടിക്കുന്ന മനുഷ്യരും മാനവരാശിക്ക് വെല്ലുവിളിയായിത്തീരും. യഥാർത്ഥമുള്ള മനുഷ്യന് ഒരു വെല്ലുവിളിയായിത്തീരുക തന്നെ ചെയ്യും. അന്ന് ഇവയുടെ ഉൽപ്പാദന നിയന്ത്രണവും എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാഹത്തിൻ്റെയും ഇഷ്ടം നിറവേറപ്പെടുന്നതിന് വേണ്ടി അവൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. നമുക്കറിയാം, പ്രധാനപ്പെട്ട വകുപ്പൊക്കെ കൈകാര്യം ചെയ്യും അല്ലേ. ഇപ്പം ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ്, ഇങ്ങനെയുള്ള വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് അത്രമാത്രം അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർ സ്വയമായിട്ടത് കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? നേരിട്ട് എതിർ ക്രിസ്തുവിൻ്റെ കയ്യിലായിരിക്കും, മറ്റാർക്കും കൊടുക്കത്തില്ല അവൻ. അപ്പോൾ ഇത് അവൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്രിമ മനുഷ്യരെയും ഉൽപ്പാദനവും നിയന്ത്രണവും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുക, അതിനെ ഉൽപ്പാദിപ്പിക്കുക, അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റാർക്കും അതിനുള്ള അധികാരം കിട്ടത്തില്ല. അതിൻ്റെ അധികാരം മുഴുവനും ഇവൻ്റെ കയ്യിലായിരിക്കും, എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെ കയ്യിലായിരിക്കും അന്നത്തെ കാലത്ത്. അപ്പോൾ അതനുസരിച്ച് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കണമെന്നുള്ള നിയമം എല്ലാവരും അന്ന്
അംഗീകരിച്ചേ മതിയാവൂ. അപ്പോൾ ഇവൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഈ പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് അവൻ്റെ കയ്യിലായതുകൊണ്ട് ഒരൊറ്റ മനുഷ്യന് പോലും ഇവർ പ്രഖ്യാപിക്കുന്ന നിയമത്തിൽ നിന്ന് വെളിയിൽ പോകാൻ കഴിയത്തില്ല. ഇന്നത്തെ ദേശഭക്തി ഗാനങ്ങളൊക്കെ ഒന്ന് മാറ്റപ്പെടും. ഇന്നത്തെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് വേദക്രിസ്തുവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും ഏതൊരു കാര്യവും ആരംഭിക്കുന്നത്. അവസാനം രാജ്യത്തിൻ്റെ ദേശഭക്തി ഗാനം അവസാനിപ്പിക്കുന്നതിന് പകരമായി അന്ന് ഈ പറയുന്ന എതിർക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആരാധനഗീതം പാടിയായിരിക്കും അന്നത്തെ മീറ്റിങ്ങുകൾ അവസാനിപ്പിക്കും. ഇന്ന് കാണുന്നതിന് നേർ വിപരീതമായിരിക്കും എതിർക്രിസ്തുവിൻ്റെ ഭരണ സംവിധാനത്തുള്ളത്. ഇന്ന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ ഏത് ഈശ്വരനോട് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഈശ്വര പ്രാർത്ഥന എന്ന് പൊതുവിലേ പറയാറുള്ളൂ. പക്ഷേ പൊതു സ്ഥലങ്ങളിലൊക്കെ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് അവസാനം ദേശീയഗാനം പാടിയാണ് അവസാനിപ്പിക്കുന്നത്. അന്ന് ഈശ്വര പ്രാർത്ഥന എന്ന് പറയുകയല്ല ചെയ്തത്, എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഗീതമായിരിക്കും പാടുന്നത്. അവസാനിപ്പിക്കുന്നത് അവനെ സ്തുതിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ഇന്ന് ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്കതിനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റത്തിലൂടെ പോകുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും നിർബന്ധിതമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിർബന്ധിതമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് കൂടിക്കൂടി വരുന്നത് അന്ന് പിന്നീട് മറ്റൊരു നാമം പോലും കാണത്തില്ല. എല്ലാ നാമങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പേര് മാത്രം വരുന്ന രീതിയിലേക്ക് ലോകം നീങ്ങും എന്നുള്ളതിന് സംശയമില്ല. അന്ന് മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുന്ന സുപ്രഭാതവും നമസ്കാരവും ഒന്നും ആയിരിക്കില്ല. ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഒന്നും ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ മലയാളികളാണെങ്കിൽ സുപ്രഭാതമോ അല്ലെങ്കിൽ മറ്റുള്ള നമസ്കാരമൊന്നും ആയിരിക്കില്ല പറയുന്നത്. പ്ലെയിനിൽ കയറാൻ ചെല്ലുമ്പോഴും അവിടെ റിസീവ് ചെയ്യുന്നത് എതിർക്രിസ്തുവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും. നമസ്കാരം പറഞ്ഞ് നമ്മളെ സ്വീകരിക്കുകയാണെങ്കിൽ അന്നും എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും എതിർക്രിസ്തുവിൻ്റെ ആധിപത്യത്തിലേക്ക് നീങ്ങും. ചുരുങ്ങിയ കാലം കൊണ്ട് അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഉപായത്തിൻ്റെ ബുദ്ധിയായിട്ട് ഉപയോഗിക്കുന്നത് അത് കള്ളപ്രവാചകനായിരിക്കും. അവൻ്റെ ആത്മാവാണ്. അവൻ്റെ ബുദ്ധി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്തെടുക്കുന്നത്. അപ്രകാരം ചെയ്യാത്തവരെയൊക്കെയും മൃഗത്തിൻ്റെ സംസാരിക്കുന്ന പ്രതിമകൾ പിടികൂടി കൈകാര്യം ചെയ്യും. അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയും. ഇതാണ് അന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് എതിർക്രിസ്തുവിന്റെ ഭരണ സമയത്ത് ഇത് സംഭവിക്കും. അപ്പോൾ അന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ 144,000 പേരെ ദൈവം അന്ന് എണ്ണി നിർത്തിയിരിക്കും. അവരെ പ്രത്യേക അഭിഷേകം ചെയ്ത് മുദ്രയിട്ട് മാറ്റി നിർത്തിയിരിക്കും. അവർ അന്ന് കൊല ചെയ്യപ്പെടും. അതുപോലെ തന്നെ എന്തെല്ലാം വന്നാലും സത്യദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം രക്തസാക്ഷിത്വം വഹിക്കും എന്നുള്ളത് നമ്മൾ തുറന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഗ്രഹിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരിത് സംഭവിക്കും. ഇന്ന് സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് പലരും അതിനെ അവഗണിച്ച് കളയുന്നത്, വില മനസ്സിലാക്കാത്തത്. എന്നാൽ സ്വാതന്ത്ര്യം നീക്കപ്പെടുന്നൊരു സമയം വരുമ്പോൾ ജീവൻ പോലും കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാൻ ഒരു വലിയ കൂട്ടം ജനം ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു, ജനിക്കാൻ പോകുന്നു എന്നാണ് ഭാവിയോടുള്ള ബന്ധത്തിൽ പ്രസ്താവിക്കുവാനുള്ളത്. അപ്പോൾ അസമത്വവും അരാജകത്വവും നിറഞ്ഞ ലോകഭരണമായിരിക്കും എതിർക്രിസ്തുവിൻ്റേത്. അവൻ പ്രത്യക്ഷപ്പെടുന്നത് ലോകസമാധാനം സമത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒരു പ്രകടന പത്രിക ഇതായിരിക്കും: എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സമത്വം. ലോകത്തിലുള്ള എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാ മനുഷ്യർക്കും സമാധാനം, ഒരു പ്രശ്നമുണ്ടാകത്തില്ല, എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള മോഹന വാഗ്ദാനങ്ങളിലൂടെയാണ് അവൻ ലോകത്തെ കയ്യിലെടുക്കാൻ പോകുന്നത്. എന്നാൽ അതൊന്നും പ്രായോഗികമായി നടപ്പിൽ വരുത്താൻ കഴിയത്തില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചെറിയവർ, വലിയവർ, സമ്പന്നർ, ദരിദ്രന്മാർ, സ്വതന്ത്രന്മാർ, ദാസന്മാർ എന്നീ തരംതിരിവുകൾ അതിനെയാണ് വ്യക്തമാക്കുന്നത്. ഞാനൊരു സത്യം കൂടി ഇന്ന് രാത്രി വിളിച്ചു പറയാം. നമ്മുടെ കർത്താവിനോട്
ആ, അവിടെ വീട്ടിൽ വെച്ച് അവൻ്റെ തലയിൽ ആ, സ്വച്ഛജടമാംസി തൈലം പൂശിയപ്പോൾ പറഞ്ഞു, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമല്ലോ എന്നുള്ള ഒരു കമന്റ് ഇവിടെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ദരിദ്രരെല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഏതെല്ലാം ഗവൺമെന്റുകൾ, ഇവിടെ ആരെല്ലാം അവിടെ മുഴുവൻ കഴിവുപയോഗിച്ച് എത്ര ഭൂരിപക്ഷമുള്ള മുഴുവൻ എം പിമാരും അവിടെ ഭരണപക്ഷമാണെങ്കിൽ പോലും ഇവിടെ ഒരുത്തർക്കും ഇവിടെ ഇങ്ങനൊരു സമത്വം കൊണ്ടുവരാൻ കഴിയത്തില്ല. ദരിദ്രന്മാരില്ലാത്തൊരു ലോകം ഉണ്ടാകുകയില്ല. ദരിദ്രന്മാർ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ കർത്താവ് ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇപ്പം ദാരിദ്ര്യമില്ലാത്ത ഒരു രാജ്യം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ലോക സംവിധാനത്തിൽ സാധ്യമല്ല. അത് ആര് ഭരിച്ചാലും, അതുപോലെ തന്നെ ലോകത്തിൽ എതിർ ക്രിസ്തു ഭരിച്ചാലും നടക്കത്തില്ല. അവനത് സാധിക്കത്തില്ല. വരാൻ പോകുന്ന വലിയ ക്ഷാമമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ക്ഷാമം ഉണ്ടാകുമ്പോൾ അവനവൻ്റെ ജീവന് വേണ്ടിയാണ് വരുന്നത്, മറ്റവർക്ക് കൊടുക്കുമോ? സമത്വമുണ്ടാകത്തില്ല പ്രിയപ്പെട്ടവർ. എന്നാൽ അങ്ങനെ ഒരു കാലമൊക്കെ വരും. അങ്ങനെ ഒരു നീതിയോട് രാജാവ് ഇവിടെ വാഴും. അത് കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ അങ്ങനെ ഒരു ഭരണം വരും. അതിൻ്റെ അകത്ത് നമ്മളും പങ്കാളികളായി അന്നത്തെ സുന്ദരമായിരിക്കുന്ന ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ച് ഇന്ന് നാം അനുഭവിക്കുന്ന വേദനയും കഷ്ടതയും ദുഃഖവും ഒക്കെ കണ്ട്, അനീതി കണ്ട് ദുഃഖിക്കുന്ന നമുക്ക് അന്ന് കർത്താവിനോട് സന്തോഷിക്കാൻ കഴിയും. അതുവരെയും ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുമ്പോൾ ഇവിടെ ചെറിയവർ, വലിയവർ, സമ്പന്നർ, ദരിദ്രർ, സ്വതന്ത്രന്മാർ, ദാസന്മാർ എന്നീ തരംതിരിവുകളുണ്ടാകുന്നത്. ജാതി, മത, വർഗ, ഭാഷ വേർതിരിവുകൾ ഇല്ലാത്തതിൻ്റെ കാരണം അങ്ങനെ പറയത്തിൻ്റെ കാരണം അവ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഏകലോക ഭരണവ്യവസ്ഥിതി വന്ന് ഭൂമിയിൽ നിലനിന്ന് വരുന്നതുകൊണ്ട് അവയ്ക്ക് പ്രാധാന്യതയില്ല, അപ്രസക്തങ്ങളാണ്. ഏത് ജാതി എന്ന മതമെന്നൊന്നും ചോദിക്കാനുള്ള സമയമില്ല, അതിനുള്ള ആവശ്യമില്ല. എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് ഏത് ക്രിസ്തുവിനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ അതിനകത്ത് ഏത് ജാതിയും നോക്കേണ്ട ആവശ്യമില്ല, ഏത് വംശം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമസ്കരിക്കുന്നില്ല, അവനെ കൊന്നുകളയും. അതുകൊണ്ടാണ് ജാതികളെക്കുറിച്ച് പറയാറ്. ജാതി, മത, വർഗ, ഭാഷ വേദികൾ, ഏത് ഭാഷ പറഞ്ഞാലും, ഏത് ജാതിപ്പെട്ടാലും, ഏത് വർഗത്തിൽപ്പെട്ടാലും ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എതിർ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്നിട്ടില്ല എങ്കിൽ മരിച്ചോണം. ഞാൻ പറയുന്നത് എന്ന് പലരും പ്രിയപ്പെട്ടവരെ അതിന് പരിഹാരമായിട്ട് പറയുന്നത് പലതുമാണ് വിളിച്ചു പറയുന്നത്, അല്ലേ? ഇവിടെ പറ്റത്തില്ല, വേറെ സ്ഥലത്ത് വിൽക്കൂ നോക്കിയാണ് പറയുന്നത്. പക്ഷെ അന്ന് വരാൻ പോകുന്നത് മറ്റു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എല്ലായിടത്തും അവൻ്റെ ആധിപത്യമാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ നീ സാത്താനെ മുട്ടുമടക്കി അവനെ ആരാധിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു സ്ഥിതിയായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിനുള്ളത്. ഇപ്പോൾ ഉള്ളത് മനസ്സിലായാലും ഇപ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലും രാജ്യത്ത് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രാജ്യത്ത് വേണമെങ്കിൽ അഭയം പ്രാപിക്കാം, അവിടെ പോയി ജീവിക്കാം, അങ്ങനെ സാധിക്കും. പക്ഷേ എല്ലായിടത്തും ഒരേ ഭരണമാണ്, ഒരേ നിയമമാണെങ്കിൽ എങ്ങോട്ട് പോകും? ഒരിടത്തും മനുഷ്യന് ഓടി ഒളിക്കാൻ കഴിയത്തില്ല, ഒരിടത്തും പോയി അഭയം പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരൊറ്റ രണ്ട് കാര്യം മാത്രമേ മനുഷ്യ മുമ്പിലുള്ളൂ, യേസ് അല്ലെങ്കിൽ നോ. ഒന്നുകിൽ അവനെ നമസ്കരിച്ച് അവനോട് കീഴ്പ്പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ എതിർത്ത് നിന്ന് മരിക്കുക. പിന്നെ കാപട്യം കാണിച്ച് കുറേ ആൾക്കാരും കാണും. അവർ കപടതയോടുകൂടി അങ്ങനെ നിൽക്കുന്നതിനെക്കുറിച്ചും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ നിൽക്കും. ഏതായാലും കർക്കശമായിരിക്കുന്ന, അടിമത്തപരമായിരിക്കുന്ന ഒരു ലോകഭരണ വ്യവസ്ഥിതി, ഏകാധിപത്യ ഭരണ വ്യവസ്ഥിതി ലോകത്തിൽ വരാൻ പോകുന്നു. അതിനുള്ള കരുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് സംശയമേതുമില്ല. അപ്പോൾ മൃഗത്തിൻ്റെ 7 തലയും 10 കൊമ്പുകളുമായി സാത്താൻ മധ്യാകാശ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അവൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. വീണ് കഴിയുമ്പോൾ നമുക്കറിയാം, 7 തല എന്നുള്ളത് 4 സാമ്രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്ന 10 രാജ്യങ്ങളുടെ ബന്ധത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ, അവൻ പ്രത്യക്ഷപ്പെടുന്ന അതിനോട് ബന്ധത്തിലായിരിക്കുമ്പോൾ അന്ന് 3 രാജ്യങ്ങൾ പറഞ്ഞുപോയി. 7, 1, 8 എന്നുള്ള രീതിയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ
അവനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 10 രാഷ്ട്രങ്ങൾ ഏതാണെന്ന് 83-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താൻ്റെ 7 കൊമ്പുകൾ അത് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന യൂറോപ്യൻ യൂണിയനെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്ന അവൻ്റെ 10 കൊമ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് 83-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ദാനിയേൽ പ്രവചനത്തിൻ്റെ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഈ ഭാഗങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതേക്കുറിച്ച് വിശദീകരിക്കാതിരുന്നത്. എന്നാൽ അതൊന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. ഒപ്പം ഈ പറയുന്ന അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ, ഇസ്രായേലിനോടുള്ള ബദ്ധവൈരാഗ്യം മുഖാന്തരമായി അതിനെ ഇല്ലാതാക്കുക, അതോടൊപ്പം തന്നെ ദൈവസഭയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ മുദ്രാവാക്യം. 83-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇവിടെ ദുരാലോചന കഴിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തിക്ക് വേണ്ടി അവർ ചിന്തിച്ചൊരുമിച്ച് കൂടുമ്പോൾ അവർ ചെയ്യുന്നത്, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവർ അങ്ങനെ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഈ സഖ്യത ചെയ്യുന്ന പറയുമ്പോൾ നമുക്കിവിടെ 10 രാഷ്ട്രങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എദ്യോമ്യർ, ഇസ്മായേലിയർ, അതുപോലെ തന്നെ ഇസ്മായേലിയർ, മോബാബിയർ, ഹഗ്യർ, ഹെബാൽ, അമ്മോൻ, അമാലോക്ക്, ഫലസ്തീർ, അശു, ഇങ്ങനെ 10 രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 83-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ള സംഘടിതമായിരിക്കുന്ന ശക്തികൾ ഈ പറയുന്ന രാജ്യങ്ങളായിരിക്കും. ഒന്ന് എദ്യോമ്യ, ഏശാവിൻ്റെ വംശത്തിൽപ്പെട്ടവർ. അതിനെക്കുറിച്ച് പറയുമ്പോൾ റഷ്യ ഭാഗത്തോടുള്ള ബന്ധത്തിലാണ്. നമുക്കത് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇതുവരെ അതിൻ്റെ ഒരു തുടർപഠനം നടത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ ഏതാണ് ഈ രാഷ്ട്രങ്ങൾ എന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് നിലവിലുള്ള രാഷ്ട്രങ്ങൾ എന്നുള്ളത് ഇനി വരാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചെടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രങ്ങളെക്കുറിച്ച്: 1 എദ്യോമ്യർ, 2 ഇസ്മായേലിയർ, 3 മോബാബിയർ, 4 ഹഗ്യർ, 5 ഹെബാൽ, 6 അമ്മോൻ, 7 അമാലോക്ക്, 8 ഫെലസ്തീൻ, 9 സോർ, 10 അശൂർ. ഈ 10 രാഷ്ട്രങ്ങൾ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ കൂടാതെ അതിൽ നിന്നാണ് എതിർക്രിസ്തു വരുന്നെങ്കിൽ ലോക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടിതമായിട്ട് ഇസ്രായേലിനെതിരെ വരും എന്നുള്ളത് സെഖര്യാ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളോട് കൂടി ഇവർക്കെതിരായിട്ട് ഇതിൽ മുഖ്യമായി നിൽക്കുന്ന എതിർക്രിസ്തുവിൻ്റെ 10 കൊമ്പുകളായി നിൽക്കുന്നത് ഈ 10 രാഷ്ട്രങ്ങൾ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരെല്ലാം കൂടി ഒന്നുകൂടി ഈ പറയുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ളത് നമുക്ക് ദൈവത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതേക്കുറിച്ച് ഇനി എഗസ്കേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യതയോട് നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, അവരെ മുടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ആത്മീയമായിട്ടുള്ള നിയമങ്ങൾ ഇങ്ങനെ വരികയും, അതുപോലെ തന്നെ ഇവരെ തുടച്ചു നീക്കണം, ഇല്ലാതാക്കണം, ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയണം, ഒരിക്കലും ഇനി ഇസ്രായേൽ എന്നുള്ള പേര് പോലും കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള 10 രാഷ്ട്രങ്ങൾ എതിർക്രിസ്തുവിനോട് കൂടി നിന്നുകൊണ്ട് ആലോചന ചെയ്തുകൊണ്ട് നടക്കാൻ പോകുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിലേക്കാണ് ലോക സംഭവങ്ങൾ നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ 10 കൊമ്പിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ 10 കൊമ്പുകളാകുന്ന 10 രാഷ്ട്രങ്ങൾ, ഇവർ ഒരിക്കലും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ടവരല്ല, മറ്റുള്ള രാജ്യങ്ങളിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി എതിർക്രിസ്തുവിനെ അന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന്, അവന് പരമാധികാരം കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടി സഹായിക്കുന്നത് ഇസ്രായേലിനെ തച്ചുടച്ച് കളയാൻ വേണ്ടി, ഇല്ലാതാക്കി കളയാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്നത് 2 സാക്ഷ്യം പറയുന്നവരെ ആ സമൂഹങ്ങളെ കൊന്നുകളയല്ലേ, പിന്നീട് അവരെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കി, പേര് പോലും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവരെ ഇല്ലാതാക്കി കളയാൻ കഴിയത്തില്ല എന്നുള്ളത് നമുക്കത് വളരെ വ്യക്തമായ തെളിവോടുകൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ സാമൂഹികമായിട്ട്, ആത്മീകമായിട്ട്
ഭൗതികമായിട്ട് അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റം ചെറുതല്ല, വലുതാണ്. ഇന്ന് വരെയും മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്ന സാമൂഹ്യ നീതികളും മര്യാദകളും ലംഘിക്കപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ലോകം പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും പൈശാചിക ആരാധനയിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വേഗം എത്തിച്ചേരും. അതിന് അധികം താമസം വേണ്ട. അതിന് വേണ്ട സ്പീഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വളരെ വേഗത്തിലല്ലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? രണ്ട് രീതിയിലെ കാര്യങ്ങൾ നടക്കുന്ന. ഒന്ന്, സുവിശേഷം ദൈവം വളരെ വേഗത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുക, വെളിച്ചം എത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിനെ പിൻപറ്റിക്കൊണ്ട് പിടിക്കാൻ വേണ്ടി ഇരുളും പുറകെ നീങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ കീഴടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ദിശയിൽ എന്ന് പറഞ്ഞാൽ ഒരേ ദിശ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സുവിശേഷം വളരെ വേഗത്തിൽ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങളും ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാ. എന്നാൽ അതേ മാധ്യമങ്ങളെ ഇരുളിൻ്റെ സാത്താൻ പൈശാചികൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ദൈവസഭകളെ, സുവിശേഷത്തെ, ദൈവിക വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളെയും അവൻ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈ ബുദ്ധിയൊന്നും മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവം കൊടുത്തതാ. എന്തിനു വേണ്ടിയാ? നന്മയ്ക്ക് വേണ്ടിയാ ദൈവം തന്നിരിക്കുന്നത്. ഇപ്പം പ്ലെയിൻ കണ്ടുപിടിച്ചതും അച്ചടി മെഷീൻ കണ്ടുപിടിച്ചതും മൊബൈൽ കണ്ടുപിടിച്ചതും ഇതെല്ലാം കണ്ടുപിടിച്ചത് ദൈവത്തിൻ്റെ വ്യാപാരത്തിന് വേണ്ടി, ദൈവം വ്യാപിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ, മൈക്ക് കണ്ടുപിടിച്ചതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം സാത്താൻ കൈവശം എടുത്തിരിക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവനോട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത കഴിവ് കൊണ്ട് അവൻ കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാം അനീതിയുടെ അവയവങ്ങളാക്കി, ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയാണ് അനീതിയുടെ ലോകം എന്ന് പേര് പറയുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം ദൈവ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉള്ളതിനെയെല്ലാം സാത്താൻ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അനീതിയുടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത്. കള്ളപ്രവാചനാണ് മനുഷ്യരെ വഞ്ചിക്കുന്നത്. അവൻ ചെയ്യുന്ന അടയാളങ്ങൾ അത്ര കണ്ട് മനുഷ്യരെ സ്വാധീനിക്കത്തക്കതായിരിക്കും. അന്ന് വിശ്വാസത്തിൻ്റെ പ്രസംഗമല്ല, നേരിൽ കണ്ട് വിശ്വസിക്കത്തക്കവണ്ണമുള്ള അടയാളങ്ങളായിരിക്കും കള്ളപ്രവാചകൻ ചെയ്യുന്നത്. നമ്മളിന്ന് വിശ്വാസത്തിൻ്റെ പ്രസംഗമാണ് ചെയ്യുന്നത്, അല്ലേ? വിശ്വാസത്തിൻ്റെ പ്രസംഗമാണ്. അന്ന് വിശ്വാസത്തിൻ്റെ പ്രസംഗമല്ല, കണ്ട് വിശ്വസിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളായിരിക്കും, കണ്ട് ചെയ്യത്തക്കവണ്ണമുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. മനുഷ്യർക്ക് മുഖത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്യുന്നതിലായിരിക്കും കള്ളപ്രവാചകൻ ജാഗ്രത പുലർത്തുന്നത്. അവൻ്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എല്ലാവരും യേശുക്രിസ്തുവിനെ നമസ്കരിക്കണം, അവൻ്റെ മുദ്ര ഏൽക്കണം. അപ്രകാരം ചെയ്യാത്തവർക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക എന്നത് അസാധ്യമായി തീരുന്നൊരു കാലഘട്ടം. അതിനായി എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര അന്ന് മനുഷ്യരുടെ മേൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ പലർക്കും സംശയമുണ്ടാകും, എന്താണ് മുദ്ര എന്നുള്ളത്. നമ്മളതിനെ വിവേചിക്കാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ അക്ഷരികമായിട്ടുള്ള ഒരു നമ്പറോ ഒരു രീതിയോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ ആത്മീയമായിട്ടുള്ള വിവേചിക്കുക. അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ അതിനെ വിവേചിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നീതിയുടെ മുദ്ര ഏൽക്കുന്ന നമുക്കെന്തെങ്കിലും ബാക്കിയമായിട്ട് എന്തെങ്കിലും അടയാളമുണ്ടോ? നമുക്ക് അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തപ്പി നോക്കി നിനക്ക് അഭിഷേകത്തിൻ്റെ അടയാളമുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും കാണുമ്പോൾ അറിയാം നാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണോ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നെറ്റിയെ കാണിക്കുന്ന ചിന്തയെ കാണിക്കുന്നു, കൈയെ കാണിക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ദൈവാത്മാവിലാണെങ്കിൽ അതിന് പ്രത്യേക മുദ്രയൊന്നുമില്ല. ഉണ്ടോ? ഞാൻ അഭിഷേകം പ്രാപിച്ചതെന്ന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ചിപ്പ് വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ ദൈവത്തിന് അഭിഷേകം വന്നിരിക്കുന്നത്? അല്ല. അതിൻ്റെ മുദ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് മനുഷ്യനും അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്ര. അങ്ങനെയല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചിപ്പിനെ കൂടി നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുകയാണോ? അല്ല. ലോകം നോക്കിയിരിക്കുന്നത് ചിപ്പ് വരാൻ വേണ്ടിയാണ്. ഞാനിന്ന് അതിനോട് എതിർത്ത് പഠിക്കേണ്ടത്, നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായ മുദ്ര നമ്മുടെ കൈവശമുണ്ടോ? നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഉണ്ട്. എങ്ങനെയാണ്?
നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കാണുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഇവര് ആത്മനിയന്ത്രണമുള്ളവരാണ്, ദൈവകൃപയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്നുള്ളത്? 2 തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. ഇതിനെ ആത്മീയമായിട്ടാണ് വിവേചിക്കേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, റേഷൻ കാർഡ് 666 ആകുന്നത് കൊണ്ടോ നിങ്ങളുടെ വീടിൻ്റെ നമ്പർ 666 ആകുന്നതുകൊണ്ടോ പേടിക്കൊന്നും വേണ്ട. അയ്യോ, അത് 666 നമ്പറാണെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഹോൾ ടിക്കറ്റ് കിട്ടും 666 പറഞ്ഞാൽ കീറിക്കളയൊന്നും വേണ്ട. അത് സിസ്റ്റം വന്നപ്പോൾ നമ്പർ അടിച്ചു വന്നതാ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ മുദ്ര എല്ലാം അനീതി വിട്ടാകുന്നു കൊള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്ര. നമ്മുടെ മേലെ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര, അന്യഭാഷ പറയുന്നവന്റെ മുദ്ര, ദൈവത്തെ ആരാധിക്കുന്നതിന്റെ മുദ്ര, അവന്റെ ചിന്താമണ്ഡലം അനീതി ഉള്ളതായിരിക്കത്തില്ല. നാം നെറ്റിയെ കാണിക്കുന്നത്. അവന്റെ കൈകളിൽ അനീതി കാണത്തില്ല, അതിനെയാണ് കൈ കാണിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളായി മാറി. അതാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അപ്പം കാര്യം മനസ്സിലായോ? എല്ലാവരും നോക്കിയിരിക്കുന്നത് ചിപ്പ് വരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം പാപത്തിന്റെ അവയവങ്ങളുള്ളവരായിരുന്നു, ചിന്താമണ്ഡലങ്ങൾ പാപത്തിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം, ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്നത് ദൈവാത്മാവാണ്. അത് മുഖാന്തരമായി ഇത് വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊതുമനുഷ്യന്റെ രീതിയിലായിരിക്കും, പൊതുമനുഷ്യനായിട്ടായിരിക്കും നാം പ്രവർത്തിക്കുന്നത്. അതിനെയാണ് വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന കരങ്ങൾ, പാപത്തിന് വേണ്ടി ഓടിയ പ്രവൃത്തികളെല്ലാം ദൈവികമായി മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയെങ്കിൽ, സാത്താനിക മുദ്ര എന്ന് പറയുന്നത് അനീതി ചെയ്യും. അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനീതിയായിരിക്കും. അതല്ലാതെ ചിപ്പ് വെച്ചൊരിക്കലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ നിയന്ത്രണം ഒരു ശക്തിക്കും കഴിയത്തില്ല. ബുദ്ധിയെ വേണമെങ്കിൽ നിയന്ത്രിക്കാം, ബുദ്ധിയെ നിയന്ത്രിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടുകൂടി നമ്മുടെ ചിന്തകളെ വേണമെങ്കിൽ ഒപ്പിയെടുക്കാം. ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്താണെന്ന്, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ ECG ഒക്കെ കണ്ടുപിടിക്കുന്നില്ല, ബ്രെയിൻ വേവ് ഡിറ്റക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന എൻ്റെ ആത്മാവിനെ, അതിനെ കണ്ടുപിടിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു മെഷീനോ ഒരു ശക്തിക്കോ കഴിയത്തില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന നമ്മൾ തന്നിരിക്കുന്ന ആത്മാവിനെ കണ്ടുപിടിക്കുവാൻ, മനുഷ്യന്റെ ആത്മാവിനെ നിയന്ത്രിക്കുവാൻ ഒരു ചിപ്പിനും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു എതിർക്രിസ്തുവിനും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. കാട്ടിലെ ആനയെ തിരിച്ചറിയാൻ ചിപ്പ് വെക്കാം, ചന്ദനമരങ്ങൾ വെട്ടാതിരിക്കാൻ വേണ്ടി ചിപ്പ് വെക്കാം. അതൊന്നും എതിർക്രിസ്തുവിൻ്റെ അല്ല. ആണോ? അല്ല. നമ്മുടെ കയ്യിലും ചിപ്പിരിപ്പുണ്ട്. മൊബൈലിൽ ഇരിക്കുന്ന ചിപ്പല്ലേ, അത് കൈ കൊണ്ട് നടക്കുകയല്ലേ. കുറച്ച് കഴിയുമ്പം എല്ലാവരും കൂടി തൊലിക്കടി വെച്ചു കഴിഞ്ഞ് മൊബൈൽ കണ്ടു കൊടുക്കാൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത്, പാസ്പോർട്ടൊന്നും വേണ്ട, ഇത് കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും എതിർക്രിസ്തുവിൻ്റെതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, പണ്ട് ടെലിവിഷൻ വന്നപ്പോൾ എതിർത്തു, സാത്താൻ്റെയാന്ന് പറഞ്ഞാൽ ആരും പ്രസംഗിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രസംഗിച്ച് എല്ലാവരുടെയും വീട്ടിൽ കൊമ്പ് വന്നില്ലേ, ആൻറ്റീന വന്നു. ആദ്യം എതിർത്തു. അങ്ങനെ വെറുതെ എതിർക്കരുത് കേട്ടോ. അന്ന് ഞാൻ ഒരുപാട് പ്രശ്നം കേട്ടു. അന്നത്തെ എതിർപ്പായിരുന്നു. ടെലിവിഷൻ വന്നപ്പോൾ ആൻറ്റീന പൊക്കി വെച്ച വീടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു അതെല്ലാം സാത്താൻ്റെയാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ച് എല്ലാവരുടെയും വീട്ടിൽ ആൻറ്റീന വന്നു. അങ്ങനെ വരാത്ത ഒരു വീടെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ചിപ്പിനെതിരെ പ്രസംഗിക്കും, കുറച്ച് കഴിയുമ്പോൾ പ്രസംഗിക്കുന്ന എല്ലാവരുടെ കയ്യിലും വെക്കും.
ഞാൻ പറഞ്ഞത് ഒരു സമയം വരും. അപ്പോൾ ഈ ചിപ്പെന്നുള്ളത് ഒരിക്കലും അത് എതിർ ക്രിസ്തുവിൻ്റെതല്ല, അതിനെ ആത്മീയമായിട്ടാണ് വിവേചിക്കേണ്ടത്. അപ്പം ഞാൻ ഇത് ചിലർ പഠിപ്പിക്കുമ്പോൾ ചിലരൊക്കെ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അങ്ങനെ പ്രൊമോഷനല്ല, പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. സത്യം പറയുക. പരിശുദ്ധാത്മാവെന്നുള്ളത് എൻ്റെ മേലെ ഒരു ചിപ്പ് വെച്ചിട്ടില്ല. ദൈവം എൻ്റെ മേൽ നല്ലത് ക്രിസ്തു മുഖാന്തരം, അവൻ്റെ വചനം മുഖാന്തരം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ വന്ന ഉണർവ്, അത് എനിക്ക് ശരിതെറ്റുകളെ മനസ്സിലാക്കി നമ്മളെ ശരിയിലേക്ക് നയിക്കുന്നതല്ലേ അത് പ്രവർത്തിക്കുന്നത്. അതല്ല ഉറങ്ങിക്കിടന്ന മനുഷ്യൻ്റെ ആത്മാവിനെ ഉണർത്തിയെടുത്ത് സജീവമാക്കി ശരിയും തെറ്റും വിവേചിച്ച് ശരിയിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ കൈകട പ്രവൃത്തികളെ, നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ ചിന്തയും ദൈവാത്മരൂപമായി ചിന്തിക്കുന്നതിനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ ഇടപാടെന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ളതായിരിക്കും സാധാനികമായിട്ടുള്ളത്. അതല്ലാതെ ചിപ്പ് വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പോലും സാത്താനെ നമസ്കരിപ്പിക്കാൻ കഴിയത്തില്ല. എൻ്റെ ദേഹത്ത് എന്ത് വെള്ളം വെച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ആരാധന മുടങ്ങിപ്പോകത്തില്ല. എൻ്റെ ശരീരത്തിന്മേൽ ഏതെങ്കിലും ഒരു ചിപ്പ് വെച്ചുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുകയോ അതല്ലല്ലോ വച്ചിരിക്കുന്നത്. അവർ വേണേൽ എന്നെ കണ്ടുപിടിച്ചോട്ട്. അത് എൻ്റെ പാസ്പോർട്ടിന് പകരമായിട്ട് എന്തെങ്കിലും സിസ്റ്റം വരികയാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കത്തില്ല. ഞാൻ പറഞ്ഞത്, ഇവിടെ സിസ്റ്റം വരുമ്പോൾ അതിനെ കണ്ണടച്ച് എതിർക്കരുത്. അധികം താമസിയാതെ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ വരും. അതൊരിക്കലും എതിർ ക്രിസ്തുവിനെ ആരാധിക്കാനുള്ളതായിരിക്കത്തില്ല. പിന്നെ അവന് കണ്ടുപിടിക്കാനുള്ള മാധ്യമമാണ് ഞാൻ ഇന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത്. ഒരിക്കലും ഒരു ചിപ്പ് വെച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കാനോ അവൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ അധികാരം മനുഷ്യന് സൃഷ്ടിക്കില്ല. അങ്ങനെയാണ് പിന്നെ ദൈവത്തെക്കാൾ വലുതായി സാധാരണ. നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിനെ റീഡ് ചെയ്യുവാൻ, മനുഷ്യാത്മാവിനെ നിയന്ത്രിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന് തന്നെയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് മുദ്രയേൽക്കുന്നവരുടെ ചിന്തകളും പ്രവൃത്തികളും ഭാവമായിരിക്കും. അന്ന് സത്യത്തിൽ ജീവിക്കുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും വ്യാജത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ തന്നെ അതിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. സത്യം പ്രസ്താവിച്ചാൽ ഒന്നും കൊടുക്കാനോ വാങ്ങുവാനോ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പരസ്യങ്ങളിലൂടെ മനുഷ്യരെ വശീകരിച്ചുള്ള വ്യാപാര മേളകളാണല്ലോ ഇന്ന് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആത്മീയ അർത്ഥത്തിൽ മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് പറയാനുള്ളത്, അല്ലേ? ബോഷ്ക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ വിൽക്കാനും വാങ്ങാനും കഴിയത്തുള്ളൂ. ഉള്ളതെല്ലാം പറഞ്ഞാൽ ഒന്നും നടക്കാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെയല്ലേ? സത്യം പറഞ്ഞാൽ നടക്കാത്തൊരു കാലഘട്ടം. ഇന്ന് പരസ്യത്തിലൂടെയൊക്കെ പലതും പ്രലോഭിപ്പിച്ചിട്ടല്ലേ പലതും നേടിയെടുക്കുന്നത്. സുവിശേഷം പരസ്യത്തിലൂടെ പ്രലോഭിപ്പിക്കുന്നതല്ല. സുവിശേഷം ഒരിക്കലും പരസ്യവാചകങ്ങളല്ല. എന്നാൽ പരസ്യമായി യേശുവിനെ പ്രദർശിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യേശുവിൻ്റെ സ്നേഹം അത് ക്രൂശിൽ പ്രദർശിപ്പിച്ചു, പരസ്യമായി പ്രദർശിപ്പിച്ചു. അതല്ലാതെ വാക്കുകൾ കൊണ്ടുള്ള പ്രലോഭനങ്ങളിലൂടെയുള്ള പരസ്യമായിരിക്കുന്നില്ല. യഥാർത്ഥമാണ് ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് വേണ്ടി കാൽവറിയിൽ പ്രദർശിപ്പിക്കപ്പെടുവാനിടയാത്തതുണ്ട്. അതാണ് സുവിശേഷം, അല്ലേ? പ്രദർശിപ്പിക്കുക ചെയ്തത്. അവനെ പരസ്യമായി നമുക്ക് പ്രദർശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ സാധാനിക മർമ്മം അത് രഹസ്യമായിരിക്കും, അനീതിയുടേതായിരിക്കും, വഞ്ചനയുടേതായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേൽക്കുന്നവരെ തിരിച്ചറിയുവാൻ സർവശക്തനും സർവജാനിയുമായ ദൈവത്തിന് ബാഹ്യമായ അടയാളങ്ങളോടെയൊന്നും ആവശ്യമില്ല. ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ തന്നാൽ നമുക്കൊരു അന്യഭാഷ അടയാളത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റുന്നതിൻ്റെ തെളിവ്. തെളിവെന്താ? അന്യഭാഷ അടയാളത്തോടു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തും. സാത്താന്യ ശക്തി മുഖാന്തരം ഭരണം നടത്തുന്ന മനുഷ്യനായ എതിർ ക്രിസ്തുവിന് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവന് സകല മനുഷ്യരെയും തിരിച്ചറിയാനുള്ള മാർഗം അവൻ അവലംബിക്കും. എൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് വ്യാജാത്മാവുള്ള കള്ളപ്രവാചനമായിരിക്കും. കൃത്രിമ മസ്തിഷ്കം കണ്ടുപിടിക്കുന്നതോടെ മനുഷ്യൻ്റെ ബുദ്ധിമണ്ഡലത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ശാസ്ത്രം ആർജിച്ചിരിക്കും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരുവൻ്റെ മനോചിന്തകളെ വാക്കുകളോ അക്ഷരങ്ങളോ പ്രവൃത്തികളോ കൂടാതെ മറ്റുള്ളവർക്ക് പകരുവാൻ സാധിക്കുന്നു. പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് സംസാരിക്കാതെ, എഴുതാതെ,
പറയാതെ, ആംഗ്യം കാണിക്കാതെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കും. അതിന് സംസാരിക്കണ്ട, ഇങ്ങനെ കോൺഫറൻസ് വരണ്ട, ഫോൺ വേണ്ടി വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം അതിൻ്റെ നൂതന മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ മനോമുഖരത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കള്ളപ്രവാചകൻ, മനുഷ്യർ, കൃത്രിമ മനുഷ്യർ, യന്ത്രമനുഷ്യർ എന്നിവരിലേക്ക് ഞൊടിയിടയിൽ പകരപ്പെടും. എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തു എന്ത് ചിന്തിച്ചാലും അവന് PA വേണ്ട, അവന് കമ്പ്യൂട്ടർ സിസ്റ്റം വേണ്ട. അപ്പോൾ അത് വേഗത്തിൽ തന്നെ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവൻ്റെ ആ ആജ്ഞാനവർത്തികളിലേക്ക് വേഗത്തിൽ അത് പകർന്നു വിടുക. എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തു ചിന്തിക്കുന്നത് അപ്പോൾ തന്നെ പകരപ്പെടും. എന്ന് പറഞ്ഞാൽ അതിന് കാലതാമസമില്ല, അതിന് മാധ്യമങ്ങൾ ആവശ്യമില്ല. അങ്ങനെയുള്ള രീതിയിലേക്ക് വരും. അവയെല്ലാം അവൻ്റെ മനോഗത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ശൃംഖലയാണ് സംസാരിക്കുന്ന അഥവാ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ലഭിച്ച പ്രതിമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാകുന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ജ്ഞാനബുദ്ധി കൊണ്ട് ഗ്രഹിച്ചെടുക്കുക എന്നതാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് യുഗം അവസാനിക്കാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്നത് ഭൂതാത്മാവിൻ്റെ വാർത്താവിനിമയങ്ങൾ വരാൻ പോകുന്നത്. നമുക്കറിയാം, വികസിതമായ പല രാജ്യങ്ങളിലും ഇന്ന് ചെറുപ്പക്കാർ മൊബൈലോ ഇൻ്റർനെറ്റിലോ ഒന്നുമല്ല അടിമയായിരിക്കുന്നത്. അവർ ദിവസങ്ങളിൽ ഭൂതാത്മാക്കളെ കൊണ്ടാണ് കാര്യങ്ങൾ സാധിപ്പിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും ലോക്കറി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും മറ്റ് കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സംഗതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് പൈശാചിക സാമ്രാജ്യത്വം അതിൻ്റെതായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് ഭൂതാത്മശക്തിയിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുക. അപ്പോൾ ഭൂതാത്മശക്തിയിലൂടെ ശൃംഖല തീർക്കുന്ന നെറ്റ്വർക്കിംഗ് സമ്പ്രദായം അധികം താമസിയാതെ ലോകത്തിൽ ഉണ്ടായിരിക്കും. ലോകത്ത് നമുക്കറിയാം ഭൂതാത്മാക്കളുണ്ട്. അവയെല്ലാം ഇന്റർ കണക്ട് ചെയ്യുന്ന, അവ തമ്മിലുള്ള ആൾക്കാർ തമ്മിൽ ചേരുമ്പോൾ അവർക്ക് തമ്മിൽ ആശയവിനിമയം നടത്താൻ കഴിയും. പക്ഷെ ഇന്ന് ഇതിനെല്ലാം തടസ്സമിടുന്നത് എന്താണെന്നറിയാം. ഇന്നത് എല്ലായിടത്തും അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ഡിസ്കണക്ട് ചെയ്ത് കളയുന്ന 24 മണിക്കൂറും സത്യദൈവത്തെ ആരാധിക്കുന്ന, ആമേൻ പറയുന്ന, സ്തോത്രം പറയുന്ന ജീവിതങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂതാത്മാ ശൃംഖല ലോകത്തിൽ കണക്ട് ചെയ്യാൻ കഴിയാത്തത്. ഒന്ന് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഒരാൾ യേശുവേ സ്തോത്രം അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ആരാധിച്ചു കഴിയുമ്പോൾ ദൃശ്യമായി പോകും. ഇന്നത് സാധ്യമല്ല, എന്നാൽ അന്നത് സാധ്യമാകും. അതുകൊണ്ടാണ് സകല മനുഷ്യരുടെ യഥാർത്ഥ ദൈവമക്കളുടെ നാവിനെ അടയ്ക്കാൻ പോകുന്നത്. അന്ന് പരിശുദ്ധമായി ഇവിടെ ഇല്ലാത്തത് കൊണ്ടും പൈശാചിക വർണ്ണത്തിൻ്റെ അത് വലിയ ശക്തി കേന്ദ്രമായതുകൊണ്ടും യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവൻ യേശുവിനെയോ സത്യദൈവത്തെയോ നാമം വിളിക്കാൻ കഴിയാത്തത് കൊണ്ടും അന്ന് മൗനമായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സാധാരണ പ്രവർത്തിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഉപഗ്രഹങ്ങളോ മറ്റുള്ള വാർത്താ വിനിമയ മാർഗങ്ങളോ അല്ല എതിർക്രിസ്തു ഉപയോഗിക്കാൻ പോകുന്നത് വാർത്താവിനിമയ ശക്തിയാണെന്ന് വികസിത രാജ്യങ്ങളിലുള്ള യുവജനങ്ങൾ ആശയവിനിമയത്തിലേക്ക് സാധാരണ വഴുതി വീണു കഴിഞ്ഞു. ആധുനിക തലമുറ ഇന്റർനെറ്റ് ഉപയോഗിക്കത്തേക്കാൾ അപ്രകാരമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുന്നതെന്നും പൈശാചിക സാന്നിധ്യം എത്രമാത്രം വർദ്ധിച്ചു വരുന്നു. അത് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കാര്യമായി മാറാൻ പോവുക. അധികം പേര് ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു ലോകമായി മാറി. എന്നാൽ ഇതല്ല അവസാനത്തേത്. അവസാനമായി വരുന്നത് ഭൂതാത്മശക്തികളുടെ ആശയവിനിമയമായിരിക്കും. ഇന്നതിൽ തടസ്സമായി നിൽക്കുന്നത് ദൈവാരാധനയുള്ളത് കൊണ്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ലോകത്തിന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു അങ്ങനെയുള്ളവരെ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഈ പ്രതിമകൾ കണക്ട് ചെയ്യത്തക്കവണ്ണമുള്ളതായ എല്ലാ രാജ്യങ്ങളെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഭൂതാത്മശക്തികൾ അത് പ്രബലപ്പെടും. അതിനുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരിക്കും എന്നുള്ളത് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞത് എതിർക്രിസ്തുവിൻ്റെ ഭരണ സംവിധാനത്തിലുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്.
666 എന്നുള്ള നമ്പറിന്റെ ആത്മീയ വിശദീകരണം കൂടി നാം ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പം മുദ്ര എന്നുള്ളത് അത് ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കാര്യമല്ല. അത് ശാസ്ത്രപരമായിട്ട് സാങ്കേതികപരമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ചിപ്പ് ദേഹത്ത് വെക്കണം എന്ന് എല്ലാവരുടെയും ചിപ്പുണ്ട്, കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ഒന്നും അല്ലല്ലോ. നമ്മൾ കൈ വെച്ചുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കാനല്ലോ പോകുന്നത് അല്ലല്ലോ. കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ചിപ്പ് കിടപ്പില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ആരാധിക്കുന്നില്ലേ? ഇനി അത് മാറ്റി കൈ വെച്ചാൽ എന്താ കുഴപ്പം? അത് അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അനീതി പ്രവർത്തിക്കുന്ന ഏവരെയും കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. അതാണ് ക്രിസ്തുവിൻ്റെ മുദ്ര. ദിവസങ്ങളിൽ കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം, യഥാർത്ഥമായ സത്യവചനത്തെ മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുകയും നാം അനീതി പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മുദ്ര, നമ്മളിൽ ഒരു പൊതുമനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അകത്ത് വിവേചനം തന്നു, നമുക്ക് ശരിതെറ്റുകളെ തിരിച്ചറിയാനുള്ള കൃപ തന്നു, നമ്മൾ ഉറങ്ങിക്കിടന്ന ആത്മാവിനെ ഉണർത്തി സജീവമായി മിക്ക ദിവസങ്ങളിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെയും നമ്മുടെ പ്രവൃത്തിയെയും ദൈവാനുരൂപമായി മാറ്റിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്ത് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമകളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പണിതെടുക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി എതിർ ക്രിസ്തു മുഖാന്തരമായി ചിതറിക്കാൻ പോകുന്നത് ബോധാത്മശക്തിയുടെ അതിപ്രസരം മുഖാന്തരമായി അവനെ ആരാധിക്കുന്ന അവൻ്റെ ചിന്തകളെ പെട്ടെന്ന് ലോകത്തിൽ മുഴുവൻ എത്തിക്കത്ത രീതിയിലുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്തി എടുക്കുന്ന ഒരു വാർത്താവിനിമയ സംവിധാനം, ബോധാത്മ വിനിമയ സംവിധാനം ഉണ്ടാകും. അതിലേക്ക് തലമുറകൾ വീണുകൊണ്ടിരിക്കുക. പരീക്ഷയ്ക്ക് കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അന്ന് ഏത് കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ ഡിറ്റക്റ്റീവിൻ്റെ ആവശ്യം കാണത്തില്ല, ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യം കാണത്തില്ല. കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയെടുക്കാനുള്ള ബോധാത്മ ശക്തികളുണ്ട്. കാര്യങ്ങൾ പറയും. നമുക്കറിയാമല്ലോ, ബോധാത്മാക്കൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പണ്ട് ജീവിച്ചിരുന്നവരുടെ ജീവചരിത്രങ്ങളൊക്കെ പറയുന്ന ബോധാത്മശക്തികളില്ലേ? അതുണ്ട്, സജീവമാണ്. അതിനെ വിളിച്ചിരുത്തി വേണമെങ്കിൽ സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ അതിന്ന് വിരളമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സമയത്ത് ബോധാത്മാ ശക്തി കൊണ്ടുള്ള വാർത്താവിനിമയ മാധ്യമമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള ശൃംഖലകൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ടവറുകൾ പണിയപ്പെടുന്ന പോലെ അതിനുള്ള മാധ്യമങ്ങൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രി നമുക്ക് പറയാം, നാം അതിനോട് ചേരുവാനുള്ളവരല്ല. ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിനാൽ അവൻ്റെ അതേ പ്രതിമയായി തീരുവാൻ, തേജസ്സുമേൽ തേജസ് പ്രാപിക്കാൻ, വചനത്തെ ഗ്രഹിച്ചെടുത്ത് വചനത്തിൻ്റെ സത്യം ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മീയവർദ്ധന പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയുള്ളവരെ കഥ ചേർക്കാൻ പോകുന്നതിന് ശേഷമായി എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയുള്ള അനീതി പ്രവർത്തിക്കുന്ന, അനീതിയിൽ രസിക്കുന്ന ഒരു ലോകത്തിൽ വരും. അതിന് ചുക്കാൻ പിടിക്കുവാൻ കള്ളപ്രവാചകനും അതിനു വേണ്ടിയുള്ള ഭൂതാത്മാ വാർത്താവിനിമയ ശക്തികളും ലോകത്തിൽ എഴുന്നേൽക്കും എന്നുള്ളത് മനസ്സിലാക്കണമേ എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദൂതിനെ വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.